ഈ കാണുന്നത് കടലുണ്ടിപ്പുഴയാണ്. 2 ജില്ലകളിലൂടെ ഒഴുകുന്ന കോഴിക്കോട്ടിനും മലപ്പുറം കൂടി ഒഴുകുന്ന കടലുണ്ടിപ്പുഴ. ഈ കാണുന്നത് കടലുണ്ടിയുടെ ഒരു പെയിൻറ്റിങ്ങാണ്, റോഡ് സൈഡിൽ കണ്ടതാണ്. നമ്മളിപ്പോൾ പോകുന്നത് കടലുണ്ടി പക്ഷിസങ്കേതത്തിലേക്കാണ്. കണ്ടൽക്കാടുകളും ദ്വീപുകളും ഒക്കെ നിറഞ്ഞ കടലുണ്ടി പക്ഷിസങ്കേതത്തിലേക്ക്. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ പക്ഷിസങ്കേതം നടത്തുന്നത്. ഇവിടെ ഒരു 20 രൂപ എൻട്രൻസ് ഫീ ഉണ്ട്. 20 രൂപ എൻട്രൻസ് ഫീ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകാനായിട്ട് അവിടെ ബോട്ടുകളുണ്ട്. 1 മണിക്കൂറിന് 1000 രൂപയാണ്. അങ്ങനെ 1000 രൂപ കൊടുത്ത് ഞങ്ങൾ ബോട്ടിൽ കയറി. ഞങ്ങൾ 5 പേരുണ്ട്. സാധാരണ 4 പേരാണ് ഉണ്ടാവാറുള്ളത്. ഇത്തവണ 5 പേരുണ്ട്. മലപ്പുറത്തെ ഞങ്ങളുടെ ഒരു സുഹൃത്തായ ജയൻ ചേട്ടനും കൂടെ ഉണ്ട്. അപ്പോൾ നമസ്കാരം. എല്ലാവരും ഒന്ന് കൈവീശാട്ട്. ഞാൻ ചിരിച്ചാൽ മാത്രം മതി. വെരി ഗുഡ്. ആ ചേട്ടനെ ഒന്ന് കാണുമെന്ന് നോക്കട്ടെ. വിരാട വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഈ കാഴ്ചകൾ വളരെ ശാന്തമായിട്ടിരുന്ന് കാണേണ്ട കാഴ്ചകളാണ്. കാരണം ശാന്തമായി ഒഴുകുന്ന കടലുണ്ടിപ്പുഴ അറബിക്കടലിലേക്ക് ചേരുന്ന അഴിമുഖത്താണ് നമ്മളിപ്പോൾ. ഞങ്ങളുടെ ബാപ്പാം സീരീസിലെ സ്ഥിരം ആൾക്കാരാണ് 3 പേര്. ഒരാൾ ജയൻ ചേട്ടൻ, അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്, ഞങ്ങളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഇത് ഈ അഴിമുഖത്ത് അല്ലെങ്കിൽ ഈ കടലുണ്ടിപ്പുഴയുടെ ഈ പ്രദേശത്ത് ഇവിടെ മോട്ടോർ ബോട്ടുകൾ ഉപയോഗിക്കുന്നില്ല. കാരണം അറിയപ്പെടുന്ന ഒരു പക്ഷിസങ്കേതം കൂടിയാണ് ഈ കടലുണ്ടി പക്ഷിസങ്കേതം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മോട്ടോർ ബോട്ടുകൾ ഉപയോഗിക്കുന്നില്ല, തുഴയുന്ന ബോട്ടുകളാണ്. അതുകൊണ്ട് ശാന്തമായി സ്വസ്ഥമായി നമുക്കിതിൽ യാത്ര ചെയ്യാം. കാണുന്നത് അഴിമുഖമാണ്. ഇതിൻ്റെ അപ്പുറത്ത് അറബിക്കടലാണ്. അറബിക്കടലിലേക്ക് ചേരുന്ന പ്രദേശമാണിത്. പല പല ദ്വീപുകൾ ചേർന്ന ഒരു പ്രദേശമാണ് കടലുണ്ടി ബേർഡ് സാങ്ച്വറി പക്ഷിസങ്കേതം. എത്ര ദ്വീപുകൾ എണ്ണമുണ്ടെന്ന് നമുക്കറിയില്ല. പ്രധാനപ്പെട്ട ദ്വീപുകളൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലാത്തുരുത്തി ദ്വീപ്, CP ദ്വീപ്, പിന്നെ ചെറിയ ദ്വീപ് എന്നിങ്ങനെ പല പല പേരുകളുണ്ട്. അതിൽ ചിലതിലൊക്കെ ആൾക്കാർ താമസവുമുണ്ട്. ദൂരെ ആ കാണുന്നത് പിഷാരിക്കാവാണ്. പിഷാരിക്കാവ് റെയിൽവേ പാലത്തിനോട് ചേർന്ന് പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രമാണത്. ഇതാ ഈ കാണുന്നതാണ് റെയിൽവേ പാലം. കടലുണ്ടി റെയിൽവേ പാലത്തെക്കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ടായിരിക്കും. സാധാരണ കടലുണ്ടി ഇതാ ഒരു റെയിൽവേ പാലത്തിലൂടെ ഒരു ട്രെയിൻ കടന്നു പോകുന്നു. നല്ല രസമുണ്ട് അത് കാണാനല്ലേ. ആ ചെമ്പ് നിറത്തിൽ കാണുന്നതാണ് പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രം. റെയിൽവേ പാലത്തിന് തൊട്ട് അപ്പുറത്താണ്. ഇനി നമ്മുടെ അതാ ഒരു കൊക്ക് പറന്നു പോകുന്നത് കണ്ടു. സാധാരണ ഇവിടെ സന്ദർശിക്കേണ്ട സമയമെന്ന് പറയുന്നത് നവംബർ ടു ഏപ്രിലാണ്. നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിലൂടെ കിടക്കുകയാണ്. ഈ പാലത്തിനൊരു വലിയ കഥ പറയാറുണ്ട്. ഈ കാണുന്നത് പഴയ പാലമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത പാലത്തിൻ്റെ കുറ്റിയാണ് ഈ കാണുന്നത്. 2001 ജൂണിൽ ഇവിടെ ചെന്നൈ മെയിൽ പാളം തെറ്റി 52ഓളം പേര് മരിക്കുകയും ചെയ്ത സ്ഥലമാണ് ഈ കടലുണ്ടി പാലവും റെയിൽവേ പാലവും പ്രദേശവുമൊക്കെ. കണ്ടൽക്കാടുകൾ ആരംഭിച്ചു. ആ കാണുന്ന കണ്ടൽക്കാട് നോക്കി, എന്ത് മനോഹരമാണെന്ന് നോക്കി. മറ്റുള്ള കണ്ടലിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടലാണിത്. ദൂരെ പിഷാരിക്കാവിൽ നിന്ന് നമുക്ക് ഈ സപ്താഹത്തിൻ്റെ മറ്റൊക്കെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. റെയിൽവേ പാളം നമ്മൾ ക്രോസ് ചെയ്തു. അപ്പോഴാണ് ഇതിനകത്ത് ഈ കണ്ടൽക്കാടുകളോട് ചേർന്ന് ഇതിനകത്ത് തന്നെ ഒരു ടീ ഷോപ്പുണ്ട്. ഒരു സ്നാക്കൊക്കെ കഴിക്കാവുന്ന ഒരു സ്ഥലമുണ്ട്. ആൾക്കാർ വന്ന് കഴിക്കും. അപ്പം ഞങ്ങൾ അവിടെ വന്ന് ഒരു സ്നാക്കൊക്കെ കഴിച്ചിട്ട് കണ്ടൽക്കാടുകളിലേക്ക് കയറാമെന്ന് തീരുമാനിച്ചു. നല്ല പച്ചപ്പുള്ള കണ്ടൽക്കാടാണല്ലേ. ഇത് ഭ്രാന്തൻ കണ്ടൽ എന്നങ്ങാണ്ടാണ് ഇതിന് പേര് പറയുന്നതെന്നാണ്
നമ്മുടെ വള്ളക്കാരൻ നമ്മളോട് പറഞ്ഞത്. ഇതാണ് ആ ചായക്കട. അദ്ദേഹം നമ്മളെ സ്വീകരിച്ചു. ഞങ്ങൾ ഓരോ ചെറിയ സ്നാക്കൊക്കെ കഴിച്ച് കണ്ടൽ കാടിനകത്തേക്ക് കയറുകയാണ്. നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് ശരിക്കും ഇവിടെ ബേർഡ് വാച്ചിങ്ങിന് ഏറ്റവും കൂടുതൽ സൗകര്യമുള്ളത്. ഒരുപാട് പക്ഷികൾ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 100ഓളം അങ്ങനെ ഞങ്ങൾ കണ്ടൽ കാടിനകത്തേക്ക് വള്ളം കയറ്റിയാണ്. 100ഓളം നാടൻ പക്ഷികളും 60ഓളം മൈഗ്രേറ്ററി, അതായത് വന്നു പോകുന്ന പക്ഷികളും ഉള്ള ഒരു പ്രദേശമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ഇത് ബേർഡ് വാച്ചേഴ്സിൻ്റെ ഒരു പാരഡൈസ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഈ കൊക്കിൻ്റെ പലതരവും, നീർക്കാക്ക, നീലപ്പൊന്മാൻ, ചെമ്പോത്ത്, കാക്കപ്പരുന്ത്, ബുൾബുൾ, മരംകൊത്തി എന്ന് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന പക്ഷികളൊക്കെ ധാരാളമുള്ള സ്ഥലമാണിവിടെ. പിന്നെ ഈ സീകൾ, ടേൺ, സാൻഡ് പൈപ്പർ, വിൻബേർഡ്, ഗ്രീൻ ഷാർക്ക്, റെഡ് ഷാങ്ക് എന്നീ പറയുന്ന മറ്റ് മൈഗ്രേറ്ററി ബേർഡ്സും ഒക്കെ ധാരാളം ഉള്ളതാണ്. പക്ഷേ ഞങ്ങൾക്കിവിടെ വളരെ സൂക്ഷിച്ച് നോക്കിയിട്ട് ചിലതിനെയൊക്കെ കാണാനായിട്ട് സാധിച്ചു. ഏതാണെങ്കിലും നമുക്കത്ര തിരിച്ചറിവില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ശാന്തതയും അല്ലെങ്കിൽ ഈ പക്ഷികളുടെ കളകളാരവുമൊക്കെയാണ് ഇവിടുത്തെ ഒരു സന്തോഷം. എന്നാണെങ്കിലും ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ യാത്ര ചെയ്യുക. ഈ കണ്ടൽ കാടുകളിനകത്തൂടെ വള്ളത്തിൽ ഇങ്ങനെ പോവുക എന്ന് പറയുന്നത്. ഇപ്പോൾ വേലിയിറക്ക സമയമാണ്. ഒരു 3 മണിക്ക് ശേഷമായിരുന്നെങ്കിൽ ഇതിനകത്ത് വെള്ളം കൂടിയേനെന്നാണ് നമ്മുടെ വള്ളക്കാരൻ പറയുന്നത്. 3 മണിക്ക് ശേഷം. അപ്പോൾ കണ്ടലിൽ നിങ്ങൾ ബേർഡ് വാച്ചിങ്ങിനോ അല്ലെങ്കിൽ കണ്ടൽ കാടുകളിലെ സവാരിക്ക് പോകുന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും പോകാൻ ശ്രദ്ധിക്കുക. ആ സമയത്തായിരിക്കും കുറച്ചുകൂടെ നമുക്ക് പക്ഷികളെ കാണാനായിട്ട് ഉള്ള സൗകര്യം ഉള്ളത്. ഇത് മറ്റൊരു കണ്ടലാണ്. ഈ കണ്ടൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നാരകത്തിൻ്റെ ഇല പോലെ ഇരിക്കുന്ന ഒരു കണ്ടലാണിത്. എന്നാലും ഇപ്പുറത്ത് കാണുന്ന ഈ പച്ച കണ്ടലിൻ്റെ അത്രയും ഒരു ഭംഗി മറ്റേ കണ്ടലിന് നമുക്ക് തോന്നിയില്ല. നല്ല രസകരമായിട്ട് 1 മണിക്കൂർ നമുക്ക് ഈ ബോട്ടിൽ യാത്ര ചെയ്യാം. മിനിമമാണ് 1 മണിക്കൂർ. 1 മണിക്കൂറിൽ കൂടുതലാണെങ്കിൽ നമുക്കതനുസരിച്ചിട്ട് പൈസ കൊടുക്കേണ്ടി വരും. ശ്വാസത്തിനായി പൊങ്ങിയേക്കുന്ന കണ്ടലിൻ്റെ വേരുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് പിന്നീട് കണ്ടലായിട്ട് വളരുന്നത് എന്നാണ് നമ്മുടെ വള്ളക്കാരൻ നമ്മളോട് പറഞ്ഞത്. ചില പക്ഷികളൊക്കെ ഇതിനിടയ്ക്ക് ഉണ്ട് കേട്ടോ. വളരെ നമ്മുടെ ഈ ക്യാമറ കൊണ്ട് അതിനെ ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചെറിയ ചില പക്ഷികളൊക്കെ ഇതിനകത്തുണ്ട്. ചിലതിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇത് മറ്റൊരു ദ്വീപാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് പല ദ്വീപുകളുണ്ട്. ആ ദ്വീപുകളിൽ എല്ലാം കൂടെ ചേർന്നാണ് ഈ കടലുണ്ടി കണ്ടൽ പ്രദേശം. ആകാശത്ത് ആ ഒരു ചെമ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയില്ല. ചെറുതായിട്ടൊന്ന് കണ്ടിരുന്നു. വേറൊരു കൊക്കഥ പറന്ന് വന്നു ഇരുന്നു. ഇതിനകത്തൊരു ഇലയനക്കം കേട്ടാണ് അങ്ങോട്ട് നമ്മൾ നോക്കിയത്. പക്ഷേ അതിനകത്ത് അനക്കം കാണാം, ആളെ കണ്ടില്ല. ചെറിയ കൈത്തോടുകളുണ്ട്. ഇതിലൊക്കെ അവിടെ താമസിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന വള്ളങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. കണ്ടൽക്കാടുകൾക്കപ്പുറത്ത് ഈ ദ്വീപിലൊക്കെ ആൾക്കാർ താമസിക്കുന്ന ദ്വീപിലൊക്കെ ധാരാളം തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. കൃഷി സംഗതികളൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഒരു ചെറിയ തുരുത്ത് കണ്ടല്ലോ, അവിടെ ഞങ്ങൾ നീർനായയെ സ്പോട്ട് ചെയ്തിരുന്നു.
നീർനായ അവിടെ അവർ കുളിക്കുകയാണ്. ഒരു ഫാമിലി ആയിട്ടുണ്ടായിരുന്നു അവിടെ ചാടി കുളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇതാ ഇവിടെ ആണ് അവർ ഉള്ളത്. നമ്മുടെ ഏതാണ്ട് 1 മണിക്കൂർ യാത്ര അവസാനിക്കാറായി. അപ്പം ഒരു ദ്വീപ് കൂടെ തിരിഞ്ഞ് നമ്മൾ വീണ്ടും മെയിൻ ലാൻഡിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബോട്ട് സർവീസ് തുടങ്ങിയ സ്ഥലത്തേക്ക് പോവുകയാണ്. അവരുടെ റഡാറിൽ നിന്ന് മാറിയ അങ്ങനെ നമ്മൾ ബേർഡ് സാങ്ച്വറിയൊക്കെ ചുറ്റി നടന്ന് 1 മണിക്കൂർ, ഏതാണ്ട് 1.25 മണിക്കൂറോളം എടുത്ത് സുന്ദരമായ യാത്രയെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും പുതിയ കാഴ്ചകളും പുതിയ വീഡിയോയുമായിട്ട് വരുന്നവർ എല്ലാവർക്കും നന്ദി.